സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയെ നിയമിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ച സർക്കാർ 30 വർഷം സർവീസ് പൂർത്തിയാക്കിയ 6 ഉദ്യോഗസ്ഥർ പ്രാഥമിക പട്ടികയിലെ 6-ാമനായി ADGP MR അജിത് കുമാറുമുണ്ട്. നടപടികൾ പൂർത്തിയാക്കി ഉദ്യോഗസ്ഥരുടെ പട്ടിക സംസ്ഥാനം കേന്ദ്രത്തിന് കൈമാറും. നിലവിലത്തെ സംസ്ഥാന പോലീസ് മേധാവി DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജൂൺ 30-ന് വിരമിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ഇതിനായി 30 വർഷം സർവീസ് പൂർത്തിയാക്കിയ 6 പേരുടെ പ്രാഥമിക പട്ടികയും സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു. റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ, IB അഡീഷണൽ ഡയറക്ടർ റവാഡ ചന്ദ്രശേഖർ, വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത, ADGP മനോജ് എബ്രഹാം, SPG അഡീഷണൽ ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിത്, ADGP MR അജിത് കുമാർ എന്നിവരാണ് പട്ടികയിലുള്ളത്. 6 പേരോടും പോലീസ് മേധാവിയാകാനുള്ള താൽപര്യം രേഖാമൂലം ചോദിച്ചതിനു ശേഷം വിശദമായ ബയോഡേറ്റയും തയ്യാറാക്കി ഏപ്രിൽ പകുതിയോടെ കേന്ദ്ര സർക്കാരിന് കൈമാറും. കേന്ദ്രം തിരികെ അയക്കുന്ന 3-അംഗ പട്ടികയിൽ നിന്നും സംസ്ഥാന പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കുന്നതാണ് പതിവ്. സ്വാഭാവിക രീതിയിൽ നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നീ 3 പേരാകും അന്തിമ പട്ടികയിൽ വരിക. സംസ്ഥാനത്ത് തന്നെയുള്ളവർ എന്ന പരിഗണന യോഗേഷ് ഗുപ്തയ്ക്കും നിതിൻ അഗർവാളിനും സാധ്യത വർദ്ധിപ്പിക്കുന്നു. IB ഡയറക്ടർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതിനാൽ റവാഡ ചന്ദ്രശേഖർ പട്ടികയിൽ നിന്ന് ഒഴിവാകുമെന്നാണ് വിവരം. അങ്ങനെ വന്നാൽ ADGP മനോജ് എബ്രഹാം DGP പട്ടികയിൽ ഇടം പിടിക്കും. 6-അംഗ പട്ടികയിൽ 3 പേരെങ്കിലും ഒഴിവായാൽ മാത്രമാണ് അവസാനമുള്ള MR അജിത് കുമാറിന് അന്തിമ പട്ടികയിൽ സ്ഥാനം ലഭിക്കുക. ജനം, തിരുവനന്തപുരം.